നിങ്ങൾക്ക് കിട്ടേണ്ട വാർത്ത എത്ര, പരസ്യം എത്ര? കമേഴ്ഷ്യൽ ബ്രേക്കുകളെ പറ്റി അല്പം. പത്രപ്രവർത്തനം ഒരു കൂട്ടായ്മയാവുകയാണ്. മീഡിയ സ്കാനിലേക്ക് വീണ്ടും സ്വാഗതം. ഏപ്രിൽ 4 ഇന്ത്യൻ എക്സ്പ്രസ് പത്രമടക്കം കുറേ ലോകമാധ്യമങ്ങൾ അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിൽ പുതിയ ചരിത്രം കുറിച്ചു. The International Consortium of Investigative Journalists recognizes in the region we faced a lot of compromised journalists, copy-paste journalists. It helps to give you that visibility. If your report is ready, happening in different parts of the world to influence governments. Exposure to tobacco smoke and tobacco consumption kills more. This is Kate Wilson reporting from Copenhagen for the International Consortium of Investigative. The International Consortium of Investigative Journalists, A. ലോകമെങ്ങുമുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളും ധനികരുമൊക്കെ നികുതി വെട്ടിച്ചും മറ്റും പണം പലയിടത്തുമായി പൂഴ്ത്തിവെച്ച വാർത്ത കഴിഞ്ഞയാഴ്ച ലോകമെങ്ങും കോളിളക്കമുണ്ടാക്കി. അമേരിക്കൻ ഡോക്ടർമാർ, ഗ്രീക്ക് ഏകാധിപതികളായിരുന്നവരുടെ ബന്ധുക്കൾ, വാൾസ്ട്രീറ്റ് വെട്ടിപ്പുകാർ, കിഴക്കൻ യൂറോപ്പിലെയും ഇന്തോനേഷ്യയിലെയും കോടീശ്വരന്മാർ, റഷ്യൻ കോർപ്പറേറ്റ് മുതലാളിമാർ, ആയുധ വ്യാപാരികൾ, ഇന്ത്യൻ പ്രമാണിമാർ, മംഗോളിയൻ രാഷ്ട്രീയക്കാർ, കള്ളപ്പണം സ്വകാര്യമായി കൂട്ടിവെച്ച വിരുദ്ധന്മാർ കുറച്ചൊന്നുമല്ല. കള്ളപ്പണത്തിന്റെ വ്യാപ്തി മാത്രമല്ല ആ വാർത്തയെ ശ്രദ്ധേയമാക്കുന്നത്. ഇത്രയേറെ പത്രങ്ങളും പത്രപ്രവർത്തകരും ആദ്യമായാണ് ഒരൊറ്റ വിഷയം അന്വേഷിക്കുന്നതിൽ പങ്കാളികളാകുന്നത്. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര കൺസോർട്ടിയം ICIJ ആണ് ഈ അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിന്റെ സംഘാടകർ. ചില കണക്കുകൾ കേൾക്കുക. ഈ അന്വേഷണത്തിൽ പങ്കെടുത്തത് 46 രാജ്യങ്ങളിൽ നിന്നുള്ള 86 മാധ്യമ പ്രവർത്തകരാണ്. 170-ൽ പരം രാജ്യങ്ങളിലെ പ്രമുഖരുടെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിച്ചത്. 260 GB വിവരം ഉൾക്കൊള്ളുന്ന 25 ലക്ഷത്തിലേറെ ഫയലുകൾ ICIJ സംഘം പരിശോധിച്ചത് ഒരു വർഷത്തിലധികം സമയമെടുത്താണ്. ഇന്ത്യൻ എക്സ്പ്രസിന് പുറമെ വാഷിംഗ്ടൺ പോസ്റ്റ്, BBC, ഗാർഡിയൻ, CBC, ലാ മോണ്ട് തുടങ്ങിയവയും ഈ അന്വേഷണത്തിൽ പങ്കാളികളായി. 1.25 ലക്ഷത്തോളം കമ്പനികൾ അവരുടെ പരിശോധനയ്ക്ക് വിഷയമായി. നികുതി വെട്ടിച്ച് മറുരാജ്യങ്ങളിൽ സമ്പാദ്യം കൂട്ടിവെച്ച വ്യക്തികളിൽ 612 ഇന്ത്യക്കാരുണ്ട്. കിങ് ഫിഷറിലെ വിജയ് മല്യ, MRFലെ രാഹുൽ മാമൻ മാപ്പിള, സമീർ മോദി, കോൺഗ്രസ് MP വിവേകാനന്ദ് ഗദ്ദം തുടങ്ങി നീണ്ട പട്ടികയാണത്. കമ്പനികളിലുമുണ്ട് വലിയ പേരുകൾ: ഡാബർ, ബർജർ പെയിൻസ്, ഒനീഡ, ഖട്ടാവ്, MRF ടയേഴ്സ്, അങ്ങനെ. Well, of the 612 Indians allegedly said to be involved, let's take you through some of the big names mentioned in the ICIJ report. Is industrialist Vijay Mallya, who is the chairman of the United Breweries Group. ICIJ claims that Mallya registered a British Virgin, the Bangalore-based Karuturi Group. Now, who's a large chairman, who's the chairman of the Karuturi Global Limited, is also a part of the ICIJ list, according to the report in 2007. ഓഫ് ഷോർ ലീക്സ് എന്ന് പേരിട്ട ഈ അന്വേഷണം ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാവി രൂപമാകാം. ഇതുവരെ വലിയ ഒരു വിഷയം കിട്ടിയാൽ ഒരു പത്രവും ഒരു പത്രക്കാരനും അത് മറ്റുള്ളവരുമായി പങ്കിടുകയില്ല. ആരെയും അറിയിക്കാതെ സ്വന്തം സ്കൂപ്പാക്കുകയാണ് രീതി.
ഒരു പത്രം പുറത്തു കൊണ്ടുവന്ന വാർത്ത മറ്റുള്ളവർ തൊടുകയുമില്ല. പക്ഷേ ഇവിടെ സ്ഥിതി മറിച്ചാണ്. വലിയൊരു സംഘം മാധ്യമങ്ങളും റിപ്പോർട്ടർമാരും ഗവേഷകരും ഒരൊറ്റ അന്വേഷണത്തിൽ സഹകരിക്കുന്നു. The International Consortium of Investigative Journalists, ICIJ, claims to have found details of more than 1.2 lakh offshore entities and trusts belonging. A team of 86 investigative journalists from 46 countries has collectively examined more than 100. ஸ்வீடன் நாட்டில் இருந்து போர் விமானங்களை வாங்க மறைந்த முன்னாள் பிரதமர் ராஜீவ் காந்தி. The list detailing the identities of thousands of people hiding money in offshore accounts. भारताचे माजी पंतप्रधान राजीव गांधी 1970 मध्ये भारत आणि स्वीडनमधील कंपनी सबस्कॉर्निया यांच्यामध्ये झालेल्या നികുതിരഹിത തുരുത്തുകളിലും രഹസ്യ വിദേശ അക്കൗണ്ടുകളിലുമായി മറഞ്ഞുകിടക്കുന്ന സ്വത്ത് അമ്പരപ്പിക്കുന്ന തോതിലാണെന്ന് അന്വേഷണം തെളിയിച്ചു. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാറ്റം വിവിധ ഇടങ്ങളിൽ നേരിട്ട് ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം ഇപ്പോൾ കൂടുതലും രേഖകൾ ചോർത്തി ശാസ്ത്രീയമായി പരിശോധിക്കുന്ന രീതി വരുന്നു എന്നതാണ്. വിവരസാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം ഇതിന് സഹായകമാകുന്നു. ICIJ അന്വേഷണത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് സഹകരിക്കുന്നത് പോലെ വിക്കിലീക്സുമായി ഹിന്ദു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. മാധ്യമലോകം വിവരസാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ നടത്തുന്ന കൂട്ടുസംരംഭങ്ങളാണ് രണ്ടും. വിവിധ സർക്കാരുകളുടെ രഹസ്യ ഫയലുകൾ ചോർത്തിയെടുത്ത് പ്രസിദ്ധപ്പെടുത്തുന്ന വിക്കിലീക്സിൻ്റെ സ്ഥാപകൻ ബ്രിട്ടീഷ് അധികൃതർക്ക് പിടികൊടുക്കാതെ എക്വഡോറിൽ കുടുങ്ങിക്കിടപ്പാണെങ്കിലും ഫയലുകൾ യഥേഷ്ടം പുറത്തു വരുന്നുണ്ട്. ഇതിനെ നമുക്ക് സോഫ്റ്റ് ജേർണലിസം എന്ന് വിളിക്കാം. ഹാർഡ് ജേർണലിസം പോലെ ഇതും സാഹസികമാണ്. ഇന്നത്തെ പോലെ പണ്ടും അന്വേഷണാത്മക പത്രപ്രവർത്തനം സാഹസികം തന്നെയായിരുന്നു. അന്ന് പ്രയാസങ്ങൾ ഏറെയും ശാരീരികമായിരുന്നു എന്ന് മാത്രം. അമേരിക്കയിലെ ബ്ലൂമിങ്സ് ഡെയിൽ ഭ്രാന്താലയത്തിൽ ഭ്രാന്തില്ലാത്ത 12 പേരെ തടവിലിട്ടതായി ന്യൂയോർക്ക് ട്രിബ്യൂണിലെ ജൂലിയസ് ചേംബേഴ്സ് കണ്ടെത്തിയത് 1872 ഭ്രാന്ത് അഭിനയിച്ച് അവിടെ പ്രവേശനം നേടിയിട്ടാണ് അദ്ദേഹം അന്വേഷണം നടത്തിയത്. അതിൽ പിന്നീട് ഒരുപാട് വെളിപ്പെടുത്തലുകൾ സാഹസിക പത്രപ്രവർത്തകരിൽ നിന്നുണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രവണത മാധ്യമരംഗത്തിന് പുറത്തു നിന്നുള്ള സഹകാരികളെ കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. മാർച്ച് 18 ഹിന്ദു പത്രത്തിൻ്റെ ലീഡ് നോക്കുക. 2G അഴിമതിക്ക് ഉത്തരവാദി മുൻ മന്ത്രി A. രാജ മാത്രമാണ് എന്നാണ് പൊതുധാരണ. അന്യായമായ ഇടപാടുകൾക്കെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാജയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ രാജ അതൊന്നും ഗൗനിച്ചില്ല എന്നതാണ് പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ധാരണ. പക്ഷേ ഹിന്ദു ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു ഈ ധാരണ തെറ്റാണ് എന്ന്. 2007 ഡിസംബറിലെ ചില രഹസ്യ ഫയലുകൾ ഹിന്ദു സമ്പാദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് ഫയൽ കുറിപ്പുകൾ തെളിയിക്കുന്നുണ്ടത്രേ. 2G സ്പെക്ട്രം കേസിൽ സ്വന്തമായി അന്വേഷണങ്ങൾ നടത്തിയ പത്രമാണ് ഹിന്ദു. എന്നാൽ 2007 ഒക്ടോബറിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അഴിമതിയെപ്പറ്റി അറിവുണ്ടായിരുന്നു എന്ന് ആദ്യം കണ്ടെത്തിയത് വിവരാവകാശ പ്രവർത്തകൻ സുഭാഷ് അഗർവാളാണ്. പിന്നീട് പത്രങ്ങൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. മുംബൈ ആദർശ് സൊസൈറ്റി കുംഭകോണം വിവരാവകാശ നിയമം ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവന്നത് നാഷണൽ അലയൻസ് ഫോർ പീപ്പിൾസ് മൂവ്മെൻ്റ് ആണ്. പിന്നീട് അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു. The big story from Mumbai, arrests in the Adarsh Society scam. This comes around 2 weeks after the High Court turned up the heat on the CBI. The land grab scam in Mumbai's Cuff Parade just got murkier. One of the allottees in the high-rise that flouted norms is the mother-in-law of the Maharashtra Chief Minister. Those who were instrumental in hatching the conspiracy are still out. കോൺഗ്രസ് MP അനു ടണ്ടനും മറ്റും സ്വിസ് ബാങ്കുകളിൽ കള്ളപ്പണം ഒളിപ്പിച്ചതും അതിന് ബാങ്ക് ഒത്താശ ചെയ്തതും അരവിന്ദ് കെജ്രിവാൾ കണ്ടെത്തിയ ശേഷമാണ് മാധ്യമങ്ങൾ പിന്തുടർന്നത്. BJP പ്രസിഡന്റായിരുന്ന നിതിൻ ഗഡ്കരിക്കും കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദിനും സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്രക്കുമെതിരെ കൂടി കെജ്രിവാൾ അഴിമതി കഥകൾ കണ്ടെത്തി പുറത്തുവിട്ടു. ഹാരിസൺസ് മലയാളം കമ്പനി അനധികൃതമായി ഭൂമി കൈവശം വെക്കുന്നതായി അഡ്വക്കേറ്റ് DB ബിനു വിവരാവകാശ നിയമപ്രകാരം കണ്ടെത്തിയിരുന്നു. വിഷയത്തിൻ്റെ വിശദമായ ഫോളോ അപ്പ് മാധ്യമം ആഴ്ചപ്പതിപ്പ് ഇപ്പോൾ ചെയ്തു. അന്വേഷണ പത്രപ്രവർത്തനം പത്രങ്ങളിൽ ഒതുങ്ങുന്നില്ല. പലതരത്തിലുള്ള വിവരാവകാശ പ്രവർത്തകരും
പൊതുസമൂഹത്തിലെ ആക്ടിവിസ്റ്റുകളും സന്നദ്ധ സംഘടനകളും കൂട്ടായി നടത്തുന്ന സേവനമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളുടെ ധർമ്മം ഇത്തരം വിവരങ്ങൾക്ക് പ്രകാശനവും പ്രചാരണവും നൽകുക എന്നതിലേക്ക് മാറുന്നു. സിറ്റിസൺസ് ജേർണലിസത്തിനും സിവിൽ സൊസൈറ്റി ജേർണലിസത്തിനും അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്ന് കരുതാം. ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലരുത്, രക്ഷയുണ്ടാവില്ല. മാധ്യമങ്ങളെ ഇങ്ങനെ ഏത് അധികാരികൾ വിലക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആരായാലും അമേരിക്കയാവില്ല, അല്ലേ? മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അത്യുന്നതങ്ങൾക്ക് പറയുന്ന പേരാണല്ലോ USA. പക്ഷേ ഇത് പറഞ്ഞത് അമേരിക്കയായിരുന്നു. US യുദ്ധകാര്യാലയമായ പെൻറ്റഗണിൻ്റെ വക്താവ് വിക്ടോറിയ ക്ലാർക്ക് ഇറാഖ് അധിനിവേശത്തിൻ്റെ ആദ്യ നാളുകളിലായിരുന്നു അത്. US സേനക്കൊപ്പം എംബെഡഡ് ജേർണലിസ്റ്റുകളായി വരാൻ മാധ്യമങ്ങളെ ഉപദേശിച്ചു. കുറേ പേർ അങ്ങനെ വിധേയ റിപ്പോർട്ടർമാരായി. പക്ഷേ സ്വതന്ത്ര പത്രപ്രവർത്തകർ അതിന് തയ്യാറായില്ല. അവരോടായിരുന്നു പെൻറ്റഗൺ ഭീഷണി ഉയർത്തിയത്. ഇറാഖ് അധിനിവേശത്തിൻ്റെ പതിറ്റാണ്ട് കഴിയുമ്പോൾ ആ നാടും നാട്ടുകാരും അനുഭവിച്ച യാതനകളുടെ കണക്കുകൾ പറഞ്ഞു തീരുന്നില്ല. അതിനു പുറമെ ഇപ്പോഴിതാ മാധ്യമങ്ങളെ നശിപ്പിക്കാൻ അമേരിക്ക ചെയ്ത കുടിലതകളുടെ ചിത്രം തെളിയുന്നു. അമേരിക്ക നടത്തിയ മാധ്യമ വേട്ടകളുടെ പ്രതീകമാണ് ദീമ തെഹബൂബ് എന്ന യുവതി. താരിഖ് അയ്യൂബ് എന്ന അൽ ജസീറ ലേഖകന്റെ വിധവ. താരിഖ് അയ്യൂബിനെ മലയാളികൾ അറിയും. കോഴിക്കോട്ട് ഫാറൂഖ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു അവൻ. പിന്നീട് അൽ ജസീറയിൽ ചേർന്നു. ഇറാഖ് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ട് പോയി. യുദ്ധം തുടങ്ങി ഏറെ ആയില്ല. 2003 ഏപ്രിൽ 8 ഒരു അമേരിക്കൻ പോർ വിമാനം അൽ ജസീറയുടെ ബഗ്ദാദ് ആസ്ഥാനം ബോംബിട്ട് തകർത്തു. താരിഖ് തൽക്ഷണം മരിച്ചു. എല്ലാ യുദ്ധ നിയമങ്ങൾക്കും എതിരായിരുന്നു ഇത്. ബഗ്ദാദിലെ ആസ്ഥാനത്തെക്കുറിച്ച വിവരങ്ങളെല്ലാം അൽ ജസീറ 1.5 മാസം മുമ്പേ പെൻറ്റഗണിന് നൽകിയിരുന്നു. അറിയാതെ ബോംബിട്ട് പോയതല്ല എന്നർത്ഥം. ഇറാഖിൽ US ആക്രമണം തുടങ്ങിയ 2003 മാർച്ച് മുതൽ അധിനിവേശം അവസാനിച്ച 2011 ഡിസംബർ വരെ അവിടെ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ കണക്ക് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് CPJ എന്ന അന്താരാഷ്ട്ര സംഘടന എടുത്തിട്ടുണ്ട്. സംഘർഷത്തിനിടയിൽ പെട്ടുപോയതുകൊണ്ട് കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർ ഉന്നമിട്ടുള്ള US ആക്രമണങ്ങളിൽ മരിച്ചു എന്ന് CPJ പറയുന്നു. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ കണക്കിൽ 2010 തന്നെ 230 മാധ്യമപ്രവർത്തകർ ഇറാഖിൽ കൊല്ലപ്പെട്ടിരുന്നു. ഏതു നിലക്കും മാധ്യമങ്ങൾക്ക് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ കാലമായിരുന്നു ഇറാഖ് അധിനിവേശം. എന്നിട്ട് എത്ര അമേരിക്കൻ കൊലയാളികൾ ശിക്ഷിക്കപ്പെട്ടു? 0 എന്നാണ് ഉത്തരം. മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയവർക്ക് സമ്പൂർണ്ണ ശിക്ഷാവിമുക്തിയാണ് അമേരിക്ക സമ്മാനിച്ചത്. ഈ അനീതിക്കെതിരെ സമരം തുടരുകയാണ് താരിഖ് അയ്യൂബിൻ്റെ ഭാര്യ ദീമ തെഹബൂബ. 10 വർഷമായിട്ടും നീതി കിട്ടിയിട്ടില്ല. ബെൽജിയത്തിലും അമേരിക്കയിലും ജോർഡാനിലുമെല്ലാം കേസ് കൊടുത്തതാണ്. എല്ലായിടത്തും US സൈനികർക്ക് ശിക്ഷാവിമുക്തി ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് അഭിഭാഷകൻ അറിയിച്ചത്. പക്ഷേ ദീമ വിടാൻ തയ്യാറായില്ല. മാധ്യമ സംഘങ്ങളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും അണിനിരത്തി പോർക്കളങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് അവർ ഇന്ന്. താരിഖ് കൊല്ലപ്പെടുമ്പോൾ മകൾ ഫാത്തിമക്ക് 1 വയസ്സായിരുന്നു. ഇന്ന് അവൾക്ക് 11 സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തോട് സാമ്രാജ്യത്വം പുലർത്തുന്ന അസഹിഷ്ണുതയാണ് അവളെ അനാഥയാക്കിയത്. താരിഖിനെ കൊലപ്പെടുത്തിയതിന് US സർക്കാരിൽ നിന്ന് ഒരു ക്ഷമാപണം കാത്തുകഴിയുകയാണ് അൽ ജസീറ. അവർ ഇനിയും കുറേ കാത്തിരിക്കേണ്ടി വരും. സ്വന്തം തെറ്റ് തിരിച്ചറിയാൻ മനസാക്ഷി വേണമല്ലോ. അതൊന്ന് കിട്ടാൻ അമേരിക്കയും കാത്തിരിപ്പിലാണ്. ഇനിയൊരു ഇടവേള. പരിപാടികളെയും വാർത്തകളെയും പാതി വെച്ച് മുറിക്കുന്ന ഈ വാക്കുകൾ നിങ്ങൾ പലതരത്തിലായി കൂടെ കേൾക്കുന്നുണ്ടാവും. ചിലരതിനെ നേർക്കുനേരെ കമേഴ്ഷ്യൽ ബ്രേക്ക് എന്ന് വിളിക്കും. വേറെ ചിലർ ഭംഗി വാക്കുകളിൽ പൊതിയും. ഇനിയും ചിലർ ഇതൊരു തമാശയാക്കും.
I love you. For me. For me. गप्पू का ताऊ जी ने डाला होगा। अजय गप्पू का ताऊ। मैं तो परेशान हो गई। क्या घिस गई? हम दोनों बॉयफ्रेंड गर्लफ्रेंड है क्या? മരണം പോലെ അനിവാര്യമാണ് ടി വി പരിപാടികൾക്ക് ഈ കമേഴ്സ്യൽ ബ്രേക്ക്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ആ 1 മിനിറ്റിൻ്റെ വരുമാനം കൊണ്ട് വേണം ബാക്കി 4 മിനിറ്റിൻ്റെ കൂടി ചെലവ് കണ്ടെത്താൻ. പത്രങ്ങൾക്ക് വിൽപ്പന വഴി അല്പം വരുമാനമുണ്ടാക്കാം. ചാനലുകൾക്ക് അതിന് കഴിയില്ലെന്ന് മാത്രമല്ല, വിതരണത്തിന് പണം കൂടുതൽ മുടക്കുകയും വേണം. അപ്പോൾ പിന്നെ ആ ഇടവേള ഒഴിവാക്കുന്നത് എങ്ങനെ? എന്നാലും അതിനൊരു കണക്ക് വേണമല്ലോ. കണക്കുണ്ട്. മൊത്തം സമയത്തിൻ്റെ 20% പരസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ചട്ടം അനുവദിക്കുന്നു. മണിക്കൂറിൽ 12 മിനിറ്റ്. ഇത് തന്നെ 10+2 എന്നാണ് വീതം വെപ്പ്. 10 മിനിറ്റ് വരുമാന പരസ്യങ്ങൾ, 2 മിനിറ്റ് ചാനലിൻ്റെ സ്വന്തം പരിപാടികളുടെ പ്രൊമോകൾ. ടെലികോം റെഗുലേറ്റേഴ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് കഴിഞ്ഞ മാസം 22-ന് ചാനൽ പരസ്യങ്ങളുടെ സമയം ഒന്നുകൂടി ക്രമീകരിച്ചു. ഇതുവരെ മണിക്കൂറിൽ 12 മിനിറ്റ് പരസ്യം എന്നായിരുന്നല്ലോ. ഇപ്പോൾ അത് ഓരോ ഘടികാര മണിക്കൂറിലും 12 മിനിറ്റ് എന്നാക്കി. അതായത് ഏതെങ്കിലും 60 മിനിറ്റിൽ കണക്ക് ശരിയായാൽ പോരാ. 7 മണി മുതൽ 8 മണി വരെ, 8 മുതൽ 9 വരെ, 9 മുതൽ 10 വരെ എന്നിങ്ങനെ ക്ലോക്ക് മണിക്കൂറിൽ അത് കൃത്യമായിരിക്കണം. ഇത് ചാനൽ ഉടമകൾക്ക് ഇഷ്ടമായിട്ടില്ല. ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ എന്നീ സംഘടനകൾ പുതിയ ചട്ടത്തെ എതിർക്കുകയാണ്. അവരുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് മീഡിയ വാച്ച് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എഡറ ഗോപിചന്ദ് ഹിന്ദു പത്രത്തിൽ ഏപ്രിൽ 5-ന് എഴുതിയിട്ടുണ്ട്. ചട്ടം മുമ്പും ഉണ്ടായിരുന്നെങ്കിലും അത് നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ ഭേദഗതി അതിന് സൗകര്യമുണ്ടാക്കുന്നുണ്ട്. ഇതാവണം എതിർപ്പിന്റെ മുഖ്യ കാരണം. ചാനലുകൾ പലതും ചട്ടം ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. പരസ്യങ്ങൾ മൊത്തം സമയത്തിൻ്റെ 20% ഒതുങ്ങണം എന്നാണ് നിയമമെങ്കിലും ഇപ്പോൾ പേ ചാനലുകളടക്കം ചിലത് 47% വരെ പരസ്യം കയറ്റുന്നുണ്ട്. ഇത് പ്രേക്ഷകരോട് ചെയ്യുന്ന അന്യായമാണ്. സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് ഈയിടെ 6 പ്രമുഖ വാർത്താ ചാനലുകളിലെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കി. രാത്രി 7 മുതൽ 11 വരെയുള്ള പ്രൈം ടൈമിൻ്റെ ശരാശരി 35% കഴിഞ്ഞ 4 വർഷമായി ഇവ പരസ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു വർഷം അത് 47.4% വരെ എത്തിയിരുന്നു. പകുതിയോളം പരസ്യം എന്നർത്ഥം. ഏതായാലും പരസ്യങ്ങൾക്ക് 12 മിനിറ്റ് പരിധി ട്രായ് കർശനമാക്കാൻ പോവുകയാണ്. ഏത് സമയവും അവർ അനുപാതം പരിശോധിക്കും. 3 മാസം കൂടുമ്പോൾ ചാനലുകൾ റിപ്പോർട്ട് നൽകുകയും വേണം. പല ചാനലുകൾക്കും ഇത് പ്രയാസം സൃഷ്ടിക്കും. കാരണം അവ ഇതുവരെ പരിധിയിൽ ഒതുങ്ങിയിട്ടില്ല. മാർച്ചിലെ 6 ദിവസങ്ങളിലെ സ്ഥിതി ദ ഹൂട്ട് വെബ്സൈറ്റ് പരിശോധിച്ചു. ഇതിൽ 3 ദിവസം NDTVയിൽ 50%-ലേറെയാണത്രേ പരസ്യം. ഇംഗ്ലീഷ് ചാനലുകൾക്ക് പൊതുവെ ഹിന്ദി ചാനലുകളെക്കാൾ കൂടിയ പരസ്യ നിരക്കുണ്ട്. എന്നിട്ടും അവയാണ് പരസ്യങ്ങൾക്ക് അധിക സമയം നൽകുന്നത്. ചാനലുകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നത് ശരിയാണ്. അവയുടെ ഏക വരുമാന മാർഗം പരസ്യങ്ങളാണ് എന്നതും ശരി. എന്നാൽ പരസ്യങ്ങൾ അമിതമായാൽ പ്രേക്ഷകനോട് ചെയ്യുന്ന അനീതിയാകും അത്. ചാനൽ നടത്തിപ്പിനുള്ള സർക്കാരിൻ്റെയും മറ്റും ഫീസ് ഇനങ്ങളിൽ കുറവ് വരുത്തിക്കാൻ അവർക്ക് ശ്രമിക്കാവുന്നതാണ്. മൊത്തം സമയത്തിൻ്റെ 80% വാർത്തയ്ക്കും പരിപാടികൾക്കുമായി കിട്ടേണ്ടത് പ്രേക്ഷകൻ്റെ അവകാശമാണ്. ബാക്കി 20%-ൽ ഒതുങ്ങട്ടെ പരസ്യങ്ങളുടെ ഇടവേളകൾ. പരിപാടികൾക്കിടെ പരസ്യം എന്നല്ലാതെ പരസ്യങ്ങൾക്കിടെ പരിപാടി എന്നാവരുതല്ലോ. സിനിമാ തിയേറ്ററുകളില്ലാത്ത, സിനിമാ സംസ്കാരമോ സംസ്ഥാന സെൻസർ ബോർഡോ ഒന്നുമില്ലാത്ത സ്ഥലമാണ് കശ്മീർ. ഒരു കാലത്ത് ബോളിവുഡ് സിനിമകളുടെ ഇഷ്ട പശ്ചാത്തലമായിരുന്ന താഴ്വര ഇന്ന് സിനിമയെ തന്നെ പുറന്തള്ളിയിരിക്കുന്നു. ഉണ്ടായിരുന്ന തിയേറ്ററുകളിൽ സുരക്ഷാ സേനക്കാരാണ് താമസം. പക്ഷേ ആദ്യമായി ഒരു കാശ്മീരി ഇതാ കാശ്മീരിൻ്റെ വേദനകൾ ഒപ്പിയെടുത്ത ഡോക്യുമെൻ്ററി അവിടെ ഇറക്കിയിരിക്കുന്നു. ഓഷൻ ഓഫ് ടിയേഴ്സ്, കണ്ണീർ കടൽ. फौज आन कम से कम आस मे कि 1.5 तम शराब बोत तम जाती है पलव तम रात को दगमार
Yel ki zani ki niman men boyen ju pata sarne entra gar roz ajla. आज कुछ माफ करो आज क्या करो रोज में दे भाई Hoje agar karnos agar ki bilten dase asan sano garomus agar karante telo kusur var agar bekusur ye kaise bana aj ka soyu bilkul سکول پٮ۪ٹھ آیَس یہِ کھیٚو بَتہٕ وَتہٕ کوٚرُکھ چھِکھ اَصٕل پٲٹھۍ پیار കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ഉണ്ടായിട്ടും കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഡിസംബറിൽ അത് നിശ്ചയിച്ച പോലെ പ്രദർശിപ്പിക്കാൻ അധികൃതർ സമ്മതിച്ചില്ല. ഉള്ളുലയ്ക്കുന്നതാണ് ഈ നേർക്കാഴ്ചയെന്ന് ഷോമ ചാറ്റർജി. 1991 ഫെബ്രുവരിയിൽ കുനൻ പോഷ്പര ഗ്രാമത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 32 പേരെ സുരക്ഷാ സേനക്കാർ മാനഭംഗപ്പെടുത്തി കൊന്നതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഷോപ്പിയാനിൽ 2 യുവതികളെ മാനഭംഗപ്പെടുത്തി കൊന്നതിനെപ്പറ്റി. അങ്ങനെ പല ദുരനുഭവങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ. ബിലാൽ ജാൻ സംവിധാനം ചെയ്ത ഈ ഡോക്യുമെന്ററി കശ്മീരികളുടെ ദുരിതങ്ങൾ അനാവരണം ചെയ്യുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കീഴിലെ ഫിലിംസ് ഡിവിഷന്റെ പിന്തുണയോടെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ട്രസ്റ്റാണ് ഇത് നിർമ്മിച്ചത്. ചലച്ചിത്രം എന്ന മാധ്യമത്തിലൂടെ വിനിമയം ചെയ്യുന്ന അനുഭവങ്ങൾ വലിയൊരു ഗ്രന്ഥത്തിന് തുല്യമാണ്. ആദ്യത്തെ മൊബൈൽ ഫോൺ ഏതായിരുന്നു? ആയിരത്തി 1973 മോട്ടറോള എഞ്ചിനീയർ ഉപയോഗിച്ച 1 കിലോഗ്രാം തൂക്കമുള്ള ഭീമനോ അതോ 1983 ഇറങ്ങിയ 3/4 കിലോ തൂക്കമുള്ള സാധനമോ? ഏതായാലും മൊബൈൽ ഫോണിനിപ്പോൾ 40-30 വയസ്സായി. ഇന്നതിന് 100 ഗ്രാമാണ് തൂക്കം. പോക്കറ്റിലിടാവുന്നത്ര മെലിഞ്ഞിരിക്കുന്നു. വെറുമൊരു ഫോണല്ലാതെ കൊച്ചു കമ്പ്യൂട്ടർ, കൂട്ടുകാരനും ശക്തമായ മാധ്യമവും മാധ്യമ പ്ലാറ്റ്ഫോമും ഒക്കെയാണ്. വരിക്കാരുടെ എണ്ണം 1983 0 90-ൽ 1.25 കോടിയായി. 2012 175 കോടി. ഇക്കൊല്ലം അത് 180 കോടി കവിയും. സൈബർ മീഡിയയുടെ എഡിറ്റോറിയൽ ഉപദേഷ്ടാവായ പ്രശാന്തോ റോയ് പ്രവചിക്കുന്നത് 2015 വാച്ചിന് പകരം കയ്യിൽ കെട്ടാവുന്ന മൊബൈലുകൾ ഇറങ്ങുമെന്നാണ്. എല്ലാ പ്രവർത്തന മേഖലകളുമായും നമ്മെ എപ്പോഴും കൂട്ടിയിണക്കി നിർത്തുന്ന മേധാവിയാകും അവ. മൊബൈൽ എന്ന മാധ്യമം ഒരേ അവസരം നമ്മെ സ്വതന്ത്രരാക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മെ സ്വകാര്യതകളിൽ നിന്ന് തുറന്നുവിടുകയും ഒപ്പം കുറേ ചിട്ടകളിൽ തളച്ചിടുകയും ചെയ്യുന്നു. ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ പൂർത്തിയാകുന്നു. പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ മാധ്യമ വിശകലനങ്ങളുമായി അടുത്ത വാരത്തിൽ വീണ്ടും കാണാം.